ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയുടെ ഫാക്ടറിയിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻസ്പെക്ഷൻ വന്ന ആൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ക്വാളിറ്റി ഉള്ളതാണ് എല്ലാ മെറ്റീരിയൽസും. ഇതിനു മുമ്പ് വന്ന ഇൻസ്പെക്ഷൻ വന്നവർ എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെ തയ്ച്ചു വെച്ചിരിക്കുന്ന യൂണിഫോമും വളരെയധികം മനോഹരമായിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വർക്ക് നിർത്തിവെക്കുകയൊന്നും വേണ്ട, തുടർന്ന് ചെയ്തോളൂ. അത് കേട്ട സമയത്ത് ചന്ദ്രിക ദൈവത്തിന് നന്ദി പറയുകയാണ്. പറഞ്ഞ ഡേറ്റിന് തന്നെ യൂണിഫോമൊക്കെ ഡെലിവറി ചെയ്തോളൂ. അത് കേട്ട സമയത്ത് ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥിനൊക്കെ ഒത്തിരി സന്തോഷമാവുകയാണ്. ഇനി ഒരു പ്രശ്നവും വരില്ലായിരിക്കും അല്ലേ സർ? ചന്ദ്രിക ഭയത്തോടെ ചോദിക്കുന്നുണ്ട്. ഇനി ഒരു പ്രശ്നവും വരില്ല ചന്ദ്രിക, നിൻ്റെ മെറ്റീരിയൽസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അത് കേട്ട സമയത്ത് അവർക്കൊക്കെ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. നീ വളരെയധികം ജെനുവിനായിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ജോലി ചെയ്യുന്നത്. നിൻ്റെ തുണികൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം നീ എത്രത്തോളം സത്യസന്ധമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന്. ഇതിനു മുൻപ് ഇൻസ്പെക്ഷന് വന്നവർ തന്ന റിപ്പോർട്ട് ഞാൻ ക്യാൻസൽ ചെയ്തോളാം. സിദ്ധാർത്ഥ് അയാൾക്ക് നേരെ കൈകൂപ്പുകയാണ്, അതുപോലെ തന്നെ ചന്ദ്രികയും ബാക്കിയുള്ളവരും. അപ്പോൾ അയാൾ ഇവർക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയാണ്, ബാക്കി വർക്ക് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞിട്ട്. അവരും തിരിച്ച് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് സർ. മഹേന്ദ്രൻ അപ്പോൾ അദ്ദേഹത്തോട് പറയാണ്, സർ ഞങ്ങൾ ഇന്നലെ മുതൽ ഒരുപാട് ഭയത്തോടെയാണ് നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പുതുജീവൻ നൽകിയിരിക്കുകയാണ് സർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇൻസ്പെക്ഷൻ വന്ന ഓഫീസറും പറയുന്നുണ്ട്, തെറ്റ് ചെയ്തവർ മാത്രമേ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജോലി വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥതയോടുകൂടിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസ്പെക്ഷൻ കറക്റ്റാണെന്നുള്ളതിന് ഞാൻ റിപ്പോർട്ട് കൊടുത്തോളാം. ഓക്കെ സർ, വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ദൂരം മെനക്കെട്ട് വന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ അയാളും യാത്ര പറഞ്ഞ് പോവുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ അയാളെ യാത്രയാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനുശേഷം സന്തോഷത്തോടു കൂടി ചന്ദ്രിക മഹേന്ദ്രനോട് പറയാണ്, അച്ഛാ ഞാൻ പറഞ്ഞതുപോലെ ഇൻസ്പെക്ഷനിൽ നമ്മൾ വിജയിച്ചില്ലേ? ഒരുപാട് സന്തോഷമായി മോളെ. നീ നിൻ്റെ ജീവൻ കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അതൊരിക്കലും ദൈവം കണ്ടില്ല എന്ന് നടിക്കില്ല. തീർച്ചയായിട്ടും നീ വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ചന്ദ്രിക സന്തോഷത്തോടെ അവരോട് രണ്ടുപേരോടും അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അപ്പോഴേക്കും സിദ്ധാർത്ഥും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥും മനീഷും ഒക്കെ അച്ഛനും മകളും തമ്മിലുള്ള ആ ഒരു സ്നേഹവാത്സല്യം കണ്ടു നിൽക്കുകയാണ്. അനുഗ്രഹത്തിന് ശേഷം മഹേന്ദ്രൻ ചന്ദ്രികയോട് പറയുന്നുണ്ട്, നീ എൻ്റെ രക്തമാണ്, ഒരു നാളും നീ തോറ്റുപോവില്ല. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് ഒത്തിരി സന്തോഷമാവുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, നിനക്ക് തോൽവി എന്നൊന്നും ഉണ്ടാവില്ല, എപ്പോഴും നീ വിജയിക്കുക തന്നെ ചെയ്യും. അത് കണ്ട് ചന്ദ്രികയുടെ കണ്ണ് നിറയാണ്. എന്നിട്ട് അവൾ അച്ഛന് നന്ദി പറയുന്നുണ്ട്. അതിനുശേഷം ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് ലക്ഷ്മിയെയും കെട്ടിപ്പിടിക്കുകയാണ്. ലക്ഷ്മി അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണീരോടെ പറയാണ്, സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീ വിജയിച്ചിരിക്കുകയാണ് ചന്ദ്രിക. എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ മേലുണ്ടാവും. ചന്ദ്രിക അമ്മയെ നോക്കിയിട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതിനുശേഷം സിദ്ധുവിനെ നോക്കുന്ന സമയത്ത് സിദ്ധുവും മനീഷും ഒക്കെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. രണ്ടുപേർക്കും നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ചന്ദ്രികയെ തന്നെ നോക്കി സിദ്ധാർത്ഥ നിൽക്കുന്നുണ്ട്. ചന്ദ്രികയും കുറച്ചു നേരം സിദ്ധുവിനെ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതിനുശേഷം പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചന്ദ്രിക പറയുന്നുണ്ട്, സർ ഒരു കാര്യം മറന്നു. എന്തായാലും ഈ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജോലിക്കാർക്കൊക്കെ മധുരം നൽകാം. സർ പോയിട്ട് കുറച്ച് മധുരം വാങ്ങിയിട്ട് വരുമോ? ഓ ഞാനും മറന്നുപോയി, ഇപ്പം തന്നെ വാങ്ങിയിട്ട് വരാം. മനീഷ് വാ നമുക്ക് പോവാലോ. മനീഷും അത്രത്തോളം സന്തോഷത്തിലാണുള്ളത്. വാ നമുക്ക് ഇപ്പം തന്നെ പോയിട്ട് വാങ്ങിയിട്ട് വരാം. അങ്ങനെ അവർ രണ്ടുപേരും മധുരം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. സിദ്ധാർത്ഥ് വിളിച്ച് പറയുന്നുണ്ട്, എല്ലാവരും കാത്തിരുന്നോ, ഞങ്ങൾ മധുരമായിട്ട് വരാം. ചന്ദ്രികയ്ക്ക് ശരിക്കും പുതുജീവൻ തിരിച്ചു കിട്ടിയൊരു സന്തോഷം തന്നെയായിരുന്നു. കാരണം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയൊരു ടെൻഡറാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അപ്പോഴേക്കും സിദ്ധാർത്ഥ് മധുരവും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ജോലിക്കാർക്കൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം അമ്മയ്ക്ക് കൊടുത്ത സമയത്ത് ലക്ഷ്മി അവളുടെ വായിലേക്കാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. പിന്നീട് മഹേന്ദ്രനെ കൊടുക്കുകയാണ്. പിന്നീട് മനീഷിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സിദ്ധാർത്ഥിനെ നോക്കുന്ന സമയത്ത് സിദ്ധുവിനെ അവിടെയൊന്നും കാണുന്നില്ല. അപ്പോൾ മനീഷിനോട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, സിദ്ധു സാർ എവിടെ? അദ്ദേഹം സ്റ്റോർ റൂമിലാണുള്ളത്. ഓ അവിടെയാണോ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയോട് പറഞ്ഞതിന് ശേഷം സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ യൂണിഫോം ഒക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അവിടെ എത്തിയപ്പോൾ സന്തോഷത്തോടെ സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട് മധുരം എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നീയാണ് സ്വീറ്റ്സ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് അവളുടെ വായിലേക്ക് മധുരം വെച്ച് കൊടുക്കുകയാണ്. അത് കണ്ട് സന്തോഷത്തിൽ ചന്ദ്രികയും മറ്റൊരു ലഡു എടുത്തിട്ട് സിദ്ധാർത്ഥിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും പ്രണയത്തോടെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം സിദ്ധാർത്ഥിനോട് ചന്ദ്രിക പറയുന്നുണ്ട്, എൻ്റെ എല്ലാ വിഷമകരമായ അവസ്ഥയിലും സാർ എൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് ഞാൻ ഈ ജോലി നല്ല രീതിയിൽ ചെയ്തു തീർക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളാണ് സർ കാരണം. അപ്പോൾ സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി നിൽക്കുവാണ്. സിദ്ധു ഒന്നും പറയാതെ ചന്ദ്രിക പറയുന്ന ആ ഒരു കാര്യം കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക സന്തോഷത്തോടു കൂടിയും
അതുപോലെ തന്നെ സ്മരണയോടുകൂടി പറയുകയാണ്, നിങ്ങൾ ചെയ്തു തന്ന നന്ദിക്ക് ഒരു വാക്കുകൊണ്ട് നന്ദി എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സർ. ഒരിക്കലും നിങ്ങൾ മറക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവളായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഞാൻ മറക്കാത്ത രീതിയിൽ നന്ദിയുള്ളവളാവണമെന്നോ? അതെങ്ങനെയാ? സിദ്ധു തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ചെറുതായിട്ട് ചമ്മലോട് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ണുപൂട്ടൂ. സിദ്ധു കണ്ണുപൂട്ടാതെ അവളെ നോക്കി നിൽക്കുകയാണ്. പൂട്ടുന്നേ. അപ്പോൾ സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് കണ്ണുപൂട്ടുകയാണ്. അവനൊരു കിസ്സാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ചന്ദ്രിക വേഗം പോയിട്ട് സിദ്ധാർത്ഥിൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രിക അങ്ങനെ ചെയ്തതുകൊണ്ടും സിദ്ധാർത്ഥ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവനും സന്തോഷമാവുകയാണ്. ചന്ദ്രിക അവൻ്റെ ഹൃദയത്തിനോട് ചേർന്ന് കിടക്കുകയായിരുന്നു. എന്നിട്ട് അവൾ അവിടെ വെച്ച് തന്നെ ചോദിക്കുകയാണ്, ഇതുപോലെ എപ്പോഴും എൻ്റെ കൂടെ എനിക്ക് തുണയായിട്ടുണ്ടാവുമോ? അത് ചോദിക്കേണ്ട ആവശ്യമില്ല ചന്ദ്രിക, തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഒരൊറ്റ വാക്ക് മതി സർ, എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാൻ. അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നന്ദി സൂചകമായിട്ടാണ് ചന്ദ്രിക പറയുന്നത്. വീണ്ടും അവൻ്റെ നെഞ്ചിനോട് ചേർന്ന് കിടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് അവളെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക, നീ എപ്പോഴും ജയിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ ചന്ദ്രിക അവനെ നോക്കുകയാണ് തല ഉയർത്തിയിട്ട്. സിദ്ധുവും അവളെ നോക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രിക വീണ്ടും അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, നീ ഇങ്ങനെയാണ് നന്ദി പറയുക എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ ചന്ദ്രിക പറയുന്നുണ്ട്, വെറുതെ വാക്കുകൊണ്ടും നിങ്ങളുടെ കൈപിടിച്ച് കുലുക്കിയിട്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയുമ്പോഴൊക്കെ കിട്ടുന്നതിനേക്കാളും എത്രയോ അധികം സന്തോഷം നിങ്ങളുടെ നെഞ്ചിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സർ. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി നീ എപ്പോൾ നന്ദി പറയുമ്പോഴും ഇതുപോലെ നന്ദി പറയണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയുടെ താടി പിടിക്കുകയാണ് സിദ്ധു. അപ്പോൾ ചന്ദ്രികയ്ക്ക് നാണം വന്നിട്ടുണ്ടായിരുന്നു. അവനെ തള്ളിയിട്ട് പറയുന്നുണ്ട്, പോ സർ. അതെന്താ, നീ തന്നെയല്ലേ പറഞ്ഞത് വാക്കുകൊണ്ട് പറയുന്നതും എൻ്റെ കൈകുലുക്കിയിട്ട് എന്നോട് നന്ദി പറയുന്നതിനേക്കാളും സന്തോഷം എൻ്റെ നെഞ്ചിൽ ഇതുപോലെ ചേർന്ന് കിടന്ന് പറയുമ്പോഴാണ് കിട്ടുന്നതെന്ന്. നിനക്ക് ചെയ്യാം, പക്ഷേ ഞാൻ അതുപോലെ തിരിച്ച് നന്ദി പറയാൻ പാടില്ല അല്ലേ? അപ്പോൾ ചന്ദ്രികയും കൃത്രിമമായിട്ട് പറയുകയാണ്, ഇനി ഞാൻ എപ്പോഴും കയ്യിൽ സൂചി വെക്കണം എന്നാണ് തോന്നുന്നത്. അതെന്തിനാ? എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കുത്ത് തരാൻ വേണ്ടിയിട്ട്. ചന്ദ്രികയും അവനോടുള്ള പ്രണയത്തോടു കൂടിയാണ് പറയുന്നത്. പിന്നീട് രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി പ്രണയത്തോടെ നിൽക്കുവാണ്. സിദ്ധു അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് ചന്ദ്രിക പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസമാണ്. അങ്ങനെ യൂണിഫോമൊക്കെ മുന്നിൽ വെച്ചിട്ട് പൂജാമുറിയിലാണുള്ളത്. ചന്ദ്രികയാണ് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുന്നിലായിട്ട് കുറച്ച് യൂണിഫോമൊക്കെ വെച്ച് അതിനത് ചെറുതായിട്ട് പൂജയൊക്കെ നടത്തിയൊരു ഇതുണ്ടായിരുന്നു. അതായത് അവരുടെ യൂണിഫോം തയ്ക്കാനുള്ള ആ ഒരു ടെൻഡർ അവർ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവസാനമായിട്ട് പൂജിച്ചുകൊണ്ടാണ് അവരതിനെ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടറിയിൽ വെച്ചിട്ടാണ് പൂജ നടത്തുന്നത്. ചന്ദ്രികയാണ് പൂജയുടെ മേൽനോട്ടൊക്കെ വഹിക്കുന്നത്. അതിനുശേഷം അവൾ ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും നേരെ കൊടുക്കുകയാണ്. മഹേന്ദ്രനും സിദ്ധാർത്ഥിനും മനീഷിനും അവിടെയുള്ള ജോലിക്കാർക്കും ലക്ഷ്മിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പാക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് ആ ഒരു ടെൻഡർ വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ പാക്കിംഗ് ഒക്കെ നടക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മുടെ വിജയുടെ ഹിറ്റായിട്ടുള്ള ആ ഒരു സോങ് ഉണ്ടായിരുന്നു, സിംഗപ്പെണ്ണേ സിംഗപ്പെണ്ണേ. ആ ഒരു സോങ്ങൊക്കെ വെച്ചിട്ട് ചന്ദ്രികയുടെ ആ ഒരു കഴിവിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഭാഗം കാണിക്കുന്നത്. ചന്ദ്രികയ്ക്കൊപ്പം കട്ടൊക്കെ നിന്നിട്ട് എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും ആ ഒരു പാക്കിങ്ങും ആ ഒരു കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ആ ഒരു വർക്ക് ലോറിയിൽ കയറ്റി വിടുകയാണ്, ഡെലിവറി നടത്തുകയാണ് ആ ഒരു യൂണിഫോമിൻ്റെ വർക്ക്. അത് വളരെ വിജയകരമായിട്ട് തന്നെ അവർ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു സന്തോഷം എല്ലാവരിലും ഉണ്ടായിരുന്നു. അതിനുശേഷം കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി അവരെയൊക്കെ ഒഴിയാണ്. പൂജിച്ചുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന ആ ഒരു ഇതിൽ വെച്ചിട്ട് സിദ്ധുവിനെയും ചന്ദ്രികയും അവിടെയുള്ള ജോലിക്കാരെയൊക്കെ ഒഴിഞ്ഞിട്ട് ആ ഒരു ഇതും കൊണ്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത്. അവർക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന തന്നെയായിരുന്നു അത്. അതിനുശേഷം കാണിക്കുന്നത് മറ്റൊരു ദിവസം അവിടെ ഫാക്ടറിയിൽ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രനും ലക്ഷ്മിയും പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. മഹേന്ദ്രൻ ലക്ഷ്മിയോട് ചോദിക്കുകയാണ്, അല്ല, സിദ്ധുവിനെയും ചന്ദ്രികയും കാണുന്നില്ലല്ലോ, അവരെവിടെ പോയി? എനിക്കും അറിയില്ല ഏട്ടാ, ഞാൻ രണ്ടുപേരെയും മാറി മാറി വിളിച്ചു നോക്കി, പക്ഷെ രണ്ടുപേരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നതേ ഇല്ല. അതേസമയം താഴത്ത് ചന്ദ്രികയും സിദ്ധാർത്ഥും വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം മനീഷും ഉണ്ടായിരുന്നു. അവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ക്ഷേത്രത്തിലൊക്കെ പോയൊരു വേഷവിധാനത്തിലാണ് ഉള്ളത്. മാത്രമല്ല അവരുടെയൊക്കെ കൈകളിൽ ഒരുപാട് കവറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായിരിക്കും അവർ കൊണ്ടുവരുന്നതെന്ന് ലക്ഷ്മിയും മഹേന്ദ്രനും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് സന്തോഷത്തോടെ. അപ്പോൾ അടുത്തെത്തിയ സമയത്ത് ചന്ദ്രികയാണ് പറയുന്നത്, രാപ്പകലില്ലാതെ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് മഹേന്ദ്രന് തന്നെ പുതിയൊരു സന്തോഷം നൽകിയൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ആഹാ, കുഴപ്പമില്ലല്ലോ, രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ തോന്നിയല്ലോ മോൾക്ക്.
അത് കേട്ട് സിദ്ധാർത്ഥും ചന്ദ്രികയൊക്കെ പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രനോട് ചന്ദ്രിക പറയുന്നുണ്ട്, അച്ഛാ അമ്മ, നിങ്ങളുടെ രണ്ടുപേരുടെയും കൈകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇത് കൊടുക്കണം. അവരെല്ലാവരും ചേർന്ന് അകത്തേക്ക് പോയിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളോടൊക്കെ അടുത്തേക്ക് വരാൻ വേണ്ടി പറയുകയാണ് ചന്ദ്രിക. എല്ലാവരെയും ചേച്ചിമാരോടൊക്കെ അടുത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് എല്ലാവരും അടുത്തെത്തിയപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഗവൺമെൻറ് ടെൻഡർ നല്ല രീതിയിൽ ചെയ്തു തീർത്തു തന്നു. അതിനുവേണ്ടി ഇതൊരു ചെറിയ ഗിഫ്റ്റായിട്ട് എല്ലാവരും സ്വീകരിക്കണം. അച്ഛ അമ്മ, ഇത് നിങ്ങളുടെ കൈകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും കൊടുക്ക് എന്ന് ചന്ദ്രിക പറഞ്ഞത് കേട്ടതും ലക്ഷ്മിയും മഹേന്ദ്രനും ചേർന്നിട്ട് അത് ആ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് ഇവരുടെ ഗവൺമെൻറ് ടെൻഡർ ഇൻസ്പെക്ഷന് രണ്ടാമത് വന്നിട്ടുണ്ടായിരുന്ന ആ ഓഫീസർ പൂച്ചണ്ടൊക്കെ ആയിട്ട് വേറൊരാളുമായിട്ട് വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം അകത്ത് വന്ന സമയത്ത് അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്യാണ്. അദ്ദേഹം ചന്ദ്രികയോട് പറയുന്നുണ്ട്, ഗവൺമെൻറ് ടെൻഡർ തന്ന സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിഫോമൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അത് ഡെലിവറി ചെയ്ത എല്ലാ സ്കൂളുകളിൽ നിന്നും അവരവർ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ് ചന്ദ്രിക. താങ്ക് യു സർ. അതിനുശേഷം അദ്ദേഹം ചന്ദ്രികയെ പൊന്നാട അണിയിക്കുകയും പൂച്ചെണ്ട് കൊടുക്കുകയും പിന്നീട് ചന്ദ്രികയ്ക്ക് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അത് വാങ്ങിക്കുന്നത്. എല്ലാവരും അവിടെ നിൽക്കുന്ന എല്ലാവരും കൈമുട്ടിയിട്ട് അതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവരുടെ ആ ഒരു കയ്യടി തന്നെയായിരുന്നു ചന്ദ്രികയുടെ വിജയവും. അതിനുശേഷം ചന്ദ്രിക അദ്ദേഹത്തോട് പറയുന്നുണ്ട്, സർ, ഈ ഒരു പുകഴ്ത്തൽ എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല സർ, എൻ്റെ കൂടെ ജോലി ചെയ്ത അത്രയും പേർക്കും അത് അവകാശപ്പെട്ടതാണ്. ഇവരെല്ലാവരും എന്നെപ്പോലെ തന്നെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവരാണ്. എന്നിട്ട് ചന്ദ്രിക തന്നെ എല്ലാവരോടും നന്ദി പറയുവാണ്. അതിനുശേഷം ആ ഒരു ഇൻസ്പെക്ഷന് വന്ന അധികാരി പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞതിനേക്കാളും വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് ഈ ഒരു ഗവൺമെൻറ് ടെൻഡർ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവകാശപ്പെട്ട പേയ്മെൻറ്റ് ഉടനെ തന്നെ സാങ്ഷൻ ആയിട്ടുണ്ട്. അത് കേട്ട സമയത്ത് അവരെല്ലാവരും സന്തോഷം കൊണ്ട് ഒരുപോലെ ഞെട്ടുകയാണ്. കാരണം ഇത്രയും പെട്ടെന്ന് ആ ഒരു പൈസ കിട്ടുമെന്നുള്ളത് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം ചെക്ക് എടുത്തിട്ട് ചന്ദ്രികയ്ക്ക് നേരെ നീട്ടുകയാണ്, ഇതാ നിങ്ങളുടെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചന്ദ്രിക അദ്ദേഹത്തോട് പറയുന്നുണ്ട്, സർ, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു ചെക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൈകളിലേക്ക് കൊടുക്കാമോ? അവർ രണ്ടുപേരും നിറകണ്ണുകളോടെ ചന്ദ്രികയെ നോക്കിയപ്പോൾ ചന്ദ്രിക അവരോട് വാങ്ങിക്കാൻ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം മഹേന്ദ്രനും ലക്ഷ്മിക്കുമാണ് അത് വെച്ച് നീട്ടുന്നത്. അവരും വാങ്ങിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രിക അദ്ദേഹത്തോട് പറയുന്നുണ്ട്, സർ, നിങ്ങൾ എല്ലാ വിഷമകരമായ ഘട്ടങ്ങളിലും ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട് സർ. ഒരുപാട് നന്ദിയുണ്ട് സർ എന്ന് പറഞ്ഞ് കൈകൂപ്പുവാണ്. അപ്പോൾ അദ്ദേഹവും പറയുന്നുണ്ട്, സാരമില്ല, നന്നായിരിക്കട്ടെ, എങ്കിൽ ഞങ്ങൾ പോവുകയാണ്. എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയ സമയത്ത് മഹേന്ദ്രനും ലക്ഷ്മിയും ചന്ദ്രികയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക, ഇത് നീ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് നേടിയതാണ്. ഇത് നിൻ്റെ കയ്യിലിരിക്കുന്നതാണ് സേഫ്. അത് കേട്ട് സിദ്ധാർത്ഥും പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്രികയെ നോക്കുവാണ്. അപ്പോൾ ചന്ദ്രിക അവരോട് പറയുന്നുണ്ട്, സാരമില്ല, ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കണം, അതാണ് എനിക്കും സന്തോഷം. അപ്പോൾ സിദ്ധാർത്ഥ് മഹേന്ദ്രനോട് പറയുന്നുണ്ട്, അങ്കിൾ, ഇത് വെറും തുടക്കം മാത്രമാണ്. ഇനി ചന്ദ്രികയ്ക്ക് നേടാൻ ഒരുപാടുണ്ട്. ചന്ദ്രിക, കൺഗ്രാറ്റുലേഷൻ ചന്ദ്രിക. സിദ്ധാർത്ഥ് അവൾക്ക് കൈ കൊടുത്തപ്പോൾ അവളും താങ്ക്സ് പറഞ്ഞ് അത് വാങ്ങിക്കുകയാണ്. എന്നിട്ട് നന്ദിയോടെ പറയുന്നുണ്ട്, സർ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു ഗവൺമെൻറ് ടെൻഡർ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പോലും പൂർത്തീകരിക്കാൻ പോലും എനിക്ക് സാധിക്കുമായിരുന്നില്ല. നിങ്ങൾ ഇതുപോലെ എൻ്റെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കും സർ. എല്ലാവർക്കും മുന്നിൽ വെച്ച് ചന്ദ്രിക അത്രയും സന്തോഷത്തോടു കൂടിയാണ് അത് പറയുന്നത്. ചന്ദ്രികയുടെ കൈ സിദ്ധുവും വിടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മഹേന്ദ്രൻ ചന്ദ്രികയോട് പറയാണ്, മോളെ, ജീവിതകാലം മുഴുവൻ സിദ്ധു നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് അവർക്ക് രണ്ടുപേർക്കും ഒരു പെർമിഷൻ തന്നെ ആയിരുന്നു. സിദ്ധാർത്ഥ് അവളെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. ചന്ദ്രിക ആകെ ചമ്മലോടെയാണ് നിൽക്കുന്നത്. മനീഷിനും അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമാവുകയാണ്. ചന്ദ്രികയുടെ വിജയം അവനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥ് ചന്ദ്രികയോട് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. എന്തെന്നുള്ള അർത്ഥത്തിൽ ചന്ദ്രിക ചോദിച്ചപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, കൈ വിട്ടിട്ടില്ല എന്ന്. അപ്പോഴാണ് ചന്ദ്രിക അത് ശ്രദ്ധിക്കുന്നത്. കാരണം സിദ്ധാർത്ഥ് ഹാൻഡ് ഷേക്ക് കൊടുത്ത സമയത്ത് ചന്ദ്രിക അത് വാങ്ങിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ചന്ദ്രിക അച്ഛനും അമ്മയെ നോക്കിയിട്ട് കൈ വിടുകയാണ്. അത് കണ്ടിട്ട് സിദ്ധാർത്ഥാണെങ്കിൽ ചിരിക്കുന്നുണ്ട്. ചന്ദ്രിക ചമ്മലോടെ അച്ഛനെയും അമ്മയും സിദ്ധാർത്ഥിനെയും മാറി മാറി നോക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. അപ്പോൾ മേഘയുടെ ക്യാബിനകത്താണ് മേഘയും അതുപോലെ തന്നെ മനോഹരനുള്ളത്. മനോഹരൻ പറയുന്നുണ്ട്, മേഘ, മാസാമാസം ഇതുപോലെ പലിശ കൊടുക്കേണ്ടി വന്നാൽ നമ്മൾ എന്താ ചെയ്യുക മോളെ? അതാണ് അമ്മാവ എനിക്കും അറിയാത്തത്. ഞാനും ആകെ പെട്ട അവസ്ഥയിലാണ്. അപ്പോഴേക്കും സേഡ്ജി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വാതിലൊക്കെ തുറന്നു വന്നിട്ട് മേഘ എന്ന് വിളിച്ചുകൊണ്ടാണ് അയാൾ വരുന്നത്. വാ സേഡ്ജി, ഇരിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മേഘ ക്ഷണിക്കുകയാണ്. അപ്പോൾ സേഡ്ജി അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ അവിടെ ഇരുന്നപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങോട്ടേക്ക് വന്നത്? വാങ്ങിയ പണത്തിനുള്ള പലിശ തന്നില്ലെങ്കിൽ സേഡ്ജി അങ്ങോട്ടേക്ക് പോയി കാണാറാണ് പതിവ്. അത് കേട്ടതും മേഘ മനോഹരനെ നോക്കുവാണ്. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, സേഡ്ജിയോട്, ഈ മാസം പലിശ തന്നില്ല എന്ന് വിചാരിച്ചിട്ട് എന്താ, അടുത്ത മാസം രണ്ടും കൂടെ ചേർത്തിട്ട് തരാലോ.
അടുത്ത മാസവും നിങ്ങളെ കൊണ്ട് തരാൻ സാധിച്ചില്ലെങ്കിലോ? അപ്പോൾ മേഘ വളരെ കൂളായിട്ട് പറയാണ്, അതിൻ്റെ അടുത്ത മാസം അതും കൂടെ ചേർത്തിട്ട് വാങ്ങിക്കാം. അയാൾ ചെറിയൊരു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലുള്ള ഒരുപാട് ബിസിനസ്സുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പറഞ്ഞതൊന്നും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. അവസാനം അവരുടെ സ്വത്ത് എനിക്ക് തന്നെ വിറ്റിട്ട് അവർ പോവാറാണ് പതിവ്. അത് കേട്ടതും മേഘ ചെറുതായിട്ടൊന്ന് ഞെട്ടിയിട്ട് മനോഹരനെ നോക്കുവാണ്. അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മേഘ പണയം വെച്ചിരിക്കുന്ന മഹേന്ദ്രൻ്റെ വീട്, അതായത് മേഘ ഇപ്പോൾ താമസിക്കുന്ന വീട് അയാളുടെ കൈക്കലാവുന്നു തന്നെയായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.